സൗകര്യമില്ല, സുരക്ഷയില്ല, പക്ഷെ ചാർജ് വർദ്ധിപ്പിച്ചു. പറഞ്ഞു വരുന്നത് തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ സ്റ്റേഷനുകളിലെ പാർക്കിംഗ് ഫീസ് വർധനയുടെ കാര്യമാണ്. ഇരുചക്ര വാഹനങ്ങൾക്കുൾപ്പെടെ ഇരട്ടിയിലധികം തുകയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ പരാതിയുമായി യാത്രക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഫീസ് വർധനയിൽ വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് ദീർഘദൂര യാത്രക്കാർക്കാണ്. ഭീമമായ തുക ഈടാക്കുമ്പോഴും ഇവിടെ ഒന്നും യാതൊരു അടിസ്ഥാന സൗകര്യവുമില്ലെന്ന പരാതിയാണ് യാത്രക്കാർ ഉന്നയിക്കുന്നത്. തിരുവനന്തപുരം ഡിവിഷനിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലെയും പുതിയ പാർക്കിംഗ് നിരക്ക് കേട്ടാൽ ഒന്ന് കണ്ണുതള്ളും. ഒറ്റയടിക്ക് കൂട്ടിയത് 20 മുതൽ 30% വരെയാണ്. ഇരുചക്ര വാഹനം 24 മണിക്കൂറിലേക്ക് നൽകേണ്ടത് മുൻപത്തേക്കാളും ഇരട്ടി തുക. മന്ത്ലി ഫീസ് ഇനത്തിലും വർധനയുണ്ടായിട്ടുണ്ട്. ഇത് വലിയ പരാതിക്കും ഇടയാക്കുന്നുണ്ട്. ജൂൺ 1 മുതലാണ് തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഫീസ് വർധന നിലവിൽ വന്നത്. 24 മണിക്കൂറിലേക്ക് ഇരുചക്ര വാഹനം പാർക്ക് ചെയ്യുന്നതിനുണ്ടായിരുന്ന 15 രൂപ 30 രൂപയായി വർദ്ധിച്ചു. 4 ചക്രവാഹനങ്ങൾക്കും ഓട്ടോകൾക്കുമടക്കം ഫീസിനത്തിൽ വർദ്ധിച്ചത് 50ലധികം രൂപ. ദീർഘദൂര യാത്രക്കാർ ആശ്രയിച്ചിരുന്ന ഇരുചക്ര വാഹനങ്ങളുടെ മാസ നിരക്കിൽ 400 രൂപയുടെ വർധനയാണ് ഉണ്ടായത്. പ്രധാന സ്റ്റേഷനുകളിലെ പ്രീമിയം പാർക്കിംഗ് നിരക്കും കൂട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കൊള്ളയാണ്. ഒരു സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടേണ്ടതാണ്. ഞങ്ങൾക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. ഞങ്ങൾ ടിക്കറ്റ് എടുത്തും ഒക്കെയല്ലേ പോകുന്നേ. ഇപ്പോൾ ഞങ്ങളിപ്പോൾ എറണാകുളത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ചില സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് 2-3 ദിവസം അധികം സ്റ്റേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ തുക താങ്ങാൻ പറ്റാത്തതാണ്. ഭയങ്കര ചാർജാണ്, കൊള്ളയാണ്. ആരും പ്രതികരിക്കുന്നില്ല, എന്താ അറിയത്തില്ല. ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളോട് കൂട്ടാൻ പറയും, കൂട്ടി എത്രയേ ഉള്ളൂ എന്നാണ് പറയുന്നത്. വയ്ക്കണ അവർ 2-3 ദിവസം വയ്ക്കുമ്പോൾ തന്നെ വലിയൊരു എമൗണ്ട് ആവും. അവർ വച്ചിട്ട് പോകണം, ചിലപ്പോൾ 2 ദിവസത്തേക്കായിരിക്കും പോണത്. ഒരു വരുമ്പോൾ ഒരാഴ്ചയോ അപ്പോൾ ഒരു വലിയൊരു എമൗണ്ട് വരും. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ കൂടുതലും പറഞ്ഞത് ഡെയിലി പോയിട്ട് വരണവരാണ് എന്ന് പറയുമ്പോൾ കൂലിപ്പണിക്ക് പിന്നെ അല്ലാതെ ഓഫീസ് ജോലിക്ക് പോണവരാണ് കൂടുതലും വരാറ്. പിന്നെ അവർക്ക് ഈ വില വർധന അവർക്കൊരു ബുദ്ധിമുട്ടാണ്. പാർക്കിംഗ് ഫീസ് ഇരട്ടിയായതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ലെന്നാണ് യാത്രക്കാരുടെ പരാതി. ഫീസ് ഇനത്തിൽ സാധാരണക്കാരുടെ കയ്യിൽ നിന്നും ഈടാക്കുന്നത് വലിയ തുക എന്ന കാര്യത്തിലും സംശയമില്ല. ദീർഘദൂര യാത്രക്കാർക്കും രക്ഷയില്ല. നമ്മളെല്ലാവരും സാധാരണക്കാരാണ്. അപ്പം വീണ്ടും ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ ഇറ്റ് ഇസ് നോട്ട്, നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം പെട്ടെന്ന് അത്യാവശ്യത്തിന് ഇതല്ലേ സേഫായിട്ട് വെച്ചിട്ട് പോകണം. വീണ്ടും അതിൽ എമൗണ്ട് കൂട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു 1 വീക്കൊക്കെ വെക്കുവാണെങ്കിൽ നമ്മൾ എത്ര എമൗണ്ട് ഇതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അടിസ്ഥാന സൗകര്യങ്ങൾ റെയിൽവേ ഉറപ്പാക്കുമെങ്കിൽ പണമടക്കാമെന്ന് പറയുന്നവരുമുണ്ട് കൂട്ടത്തിൽ. എന്നാൽ ഈ റെയിൽവേ സ്റ്റേഷനുകളിലൊന്നും മതിയായ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നുള്ളതും വാസ്തവമാണ്. വാഹനങ്ങളുടെ സുരക്ഷയ്ക്കും യാതൊരു ഉറപ്പുമില്ല. അത്യാവശ്യത്തിനായിരിക്കും വരുന്നത്. അത്യാവശ്യം വരുമ്പോൾ ഇവിടെ ഒരിക്കലും പാർക്കിംഗ് കിട്ടാറില്ല. ഒരിക്കലും. എത്രയോ പ്രാവശ്യം റൗണ്ട് അബൌട്ട് കറങ്ങുന്നത് പോലീസുകാർ ഇവിടെ ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. ഇത്രയും നാളായിട്ടൊരു മൾട്ടി ലെവൽ കാർ പാർക്ക് ഇവിടെ ഉണ്ടാക്കാനായിട്ട് ഇതുവരെയായിട്ടും ആരും ചെയ്തിട്ടില്ല. ഇല്ല, ചാർജ് കൂട്ടുന്നതിനോടൊന്നും എനിക്ക് എതിർപ്പില്ല. പക്ഷേ ചാർജ് കൂട്ടുന്നതിനനുസരിച്ച് സർവീസ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ചാർജ് കൂട്ടിക്കോ കൂട്ടാതിരിക്കട്ടെ, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു സർവീസ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൂട്ടിയ ചാർജിന് അതിനൊരു ജസ്റ്റിഫിക്കേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. പാർക്കിംഗ് ഫീസ് കൂട്ടുന്നതിനനുസരിച്ച് അടിസ്ഥാന സൗകര്യമുണ്ടെങ്കിൽ അത് അംഗീകരിക്കാമെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷനുകളിലൊന്നും ആ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഉണ്ടാകുന്നില്ല. എന്തായാലും ഇവിടെ വന്ന് പാർക്ക് ചെയ്യുന്നവരുടെ ചീട്ട് കീറുമെന്നുറപ്പ്. ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. റെയിൽവേയിൽ ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ് വാഹനങ്ങൾ അവിടെ കൊണ്ട് പാർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ തിരിച്ചെടുക്കുമ്പോൾ അവസ്ഥ പലർക്കും അറിയാം. കാക്കയുടെയും കിളിയുടെയും ഒക്കെ കാഷ്ടം, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗങ്ങളില്ല, സ്പെയർ പാർട്സുകൾ നഷ്ടമാകൽ. പരാതി പറഞ്ഞാൽ അവർക്ക് ഉത്തരവാദിത്വം ഇല്ലതാനും അത് ഏതോ ഏജൻസികളെ ഏൽപ്പിച്ചിരിക്കുന്നു പാർക്കിംഗ് എന്ന് പറയുകയും ചെയ്യും. റെയിൽവേ കൈമലർത്തുകയും ചെയ്യും. പക്ഷേ ഈ ഫീസ് കൂട്ടുന്നതിൽ ഒരു മയവുമില്ല. നമ്മുടെ നാട്ടിലെ ചില മോളുകളെ പോലെ ഇങ്ങനെ പൈസ വാങ്ങരുത് റെയിൽവേ എങ്കിലും.